അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഇതെന്താ കൃഷ്ണനും രാധയൊക്കെ ആയിട്ടെന്നല്ലേ? അതെ, നമ്മുടെ അവിടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചത് ഈ ലാസ്റ്റ് സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ബാലഗോകുലത്തിൽ പോകുന്നുണ്ട്. അവിടെ നമ്മുടെ ശ്ലോകങ്ങളും അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ വലിയ ഗ്രാൻഡായിട്ടൊന്നും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ പറ്റില്ല. നമ്മുടെ വയനാട് ദുരന്തം കാരണം ഇവിടെ അങ്ങനെ ആഘോഷിച്ചില്ല. അപ്പോൾ ഈ ലാസ്റ്റ് സൺഡേ ആയിരുന്നു ശ്രീകൃഷ്ണ ജയന്തി. ചെറുതായിട്ട് അവരുടേതായ ഹാളിൽ തന്നെ വെച്ചിട്ട്, ചെറിയ ക്ലാസ് റൂമിൽ തന്നെ വെച്ചിട്ട് ചെയ്തൊരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളെ ഞാൻ കൃഷ്ണനും രാധയൊക്കെ ആയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണ് ഫസ്റ്റ് കൊടുത്തത്. പിന്നെ ഇവരുടെ ചെറിയൊരു ഡാൻസും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തലേദിവസം പഠിച്ചതാണ്. പഠിക്കാമെന്നും പറഞ്ഞൊക്കെ അങ്ങനെ വിട്ടു പോയി. പിന്നെ പാട്ടൊക്കെ സെറ്റാക്കി തലേദിവസമാണ് കേട്ടോ ഡാൻസൊക്കെ പഠിച്ചത്. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു പരിപാടിയായിരുന്നു അന്ന്. ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു കഷ്ടപ്പാടേ, നല്ലൊരു പോസ് ഇടാൻ പറഞ്ഞാൽ അതും അറിയത്തില്ല. എത്ര ഫോട്ടോസ് എടുത്താലും പിള്ളേർ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ. അങ്ങനെ എങ്ങനെയൊക്കെ 2-3 ഫോട്ടോ ഒക്കെ കിട്ടി. അതിന് ശേഷം അച്ഛനും മക്കളും കൂടി ഇറങ്ങി. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കൃഷ്ണൻ്റെ രാധയും വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് ബാലഗോകുലത്തേക്ക് പോകാൻ റെഡിയായി കേട്ടോ. അപ്പോൾ ഇനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ ഇനി ബാക്കി കാണാം. അപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ കൃഷ്ണനും രാധയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരിവിടെ ഇങ്ങനെ ഇരുന്നു. അതിന് ശേഷമാണ് ബാക്കി വിളക്ക് കൊളുത്തലും ശ്ലോകങ്ങൾ ചൊല്ലലും അങ്ങനെയൊക്കെ കേട്ടോ. വിളക്കൊക്കെ കൊളുത്തി അവിടെ ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുട്ടികളെ കൊണ്ട് തന്നെ ചൊല്ലിപ്പിക്കും. എല്ലാ ശ്ലോകങ്ങളും ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഫ്രണ്ടിൽ നിന്ന് ചൊല്ലണം. അങ്ങനെയൊക്കെയാണ് ക്ലാസ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുട്ടികൾ തന്നെ ആങ്കറിങ് ഒക്കെ ചെയ്ത് കുറേ പരിപാടികൾ ഉണ്ടാകുന്നു. പാട്ടാണെങ്കിലും പിന്നെ ഡാൻസ് ആണെങ്കിലും അങ്ങനെ കുറേ പരിപാടികളൊക്കെ കുട്ടികൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പരിപാടികളൊക്കെ ഗംഭീരമായിരുന്നു. ചെറിയ രീതിയിൽ നല്ല രീതിക്ക് കുട്ടികളൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഫോട്ടോ സെക്ഷനും എല്ലാം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ലാസ്റ്റ് അവൽ നനച്ചതും പിന്നെ ഒരു ഉണ്ണിയപ്പം ഒരു ചെറുപഴവും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. പിന്നെ ഒരു കുട്ടിയുടെ പിറന്നാൾ ആഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ച് ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിറന്നാൾ ആഘോഷത്തിന് ഇവിടെ ഇങ്ങനെ പൂജ പോലെയൊക്കെ ചെയ്യാറുണ്ട്, നമ്മളെ പിറന്നാൾ കുട്ടീനെ ആദരിക്കണ പോലെ. അപ്പോൾ അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു സൺഡേത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ കേട്ടോ. പിന്നെ കുട്ടികൾ കളിച്ച ഡാൻസ് ഞാൻ ജസ്റ്റ് ചേർക്കാം. പക്ഷെ അതിൻ്റെ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ആവും. അതുകൊണ്ട് ജസ്റ്റ് വേറെ ട്യൂണിലാണ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അതായത് കുട്ടി ചോക്ലേറ്റ് കൊടുക്കുന്നതാണ് കേട്ടോ, പിറന്നാൾ കുട്ടി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും അങ്ങനെ ഇവരുടെ ആഘോഷങ്ങളുടെയൊക്കെ ചെറിയ വീഡിയോ ക്ലിപ്സൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ.
ഇത് ലാസ്റ്റ് എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോ എടുത്തതാണ് കേട്ടോ. കൃഷ്ണനും രാധമാരും പിള്ളേരും എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ എടുത്താണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.